ഇന്ത്യ ഇന്ന് വരെ 52,000 കോടിയുടെ ഡിഫൻസ് ഡീല് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സ്യൂഡോ സാറ്റലൈറ്റ്സ്, ഡ്രോൺസ്, മിസൈൽസ് ആൻഡ് നേവൽ സിസ്റ്റംസ്. ഈ മേഖലകളിൽ നടത്തിയ കച്ചവടത്തിലാണ് ഈ 52,000 കോടി നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് ചൈനയ്ക്ക് ഭയങ്കര അസ്വസ്ഥത. ചൈന അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമില്ല. ജപ്പാൻ വളരെയധികം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു കാലമായിരുന്നു. പ്രോഡക്റ്റുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളായിരുന്നു. ജപ്പാൻ്റെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള പ്രോഡക്റ്റുകളായിരുന്നു. ക്വാളിറ്റി നമ്പർ 1 ആയിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടേക്കാണ് ചൈന ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കയറ്റി ചവർ പോലെ സാധനങ്ങൾ അടിച്ചിറക്കി ലോഡ് കണക്കിൽ വിറ്റ് തൊലി ജപ്പാനെ ഒരു പരിധിവരെ മൂലയ്ക്കങ്ങ് ഒതുക്കിയത്. ജപ്പാൻ്റെ ക്വാളിറ്റിക്ക് ഇപ്പോഴും ഒരു കോംപ്രമൈസും അവർ വരുത്തിയിട്ടില്ല. പക്ഷേ ജപ്പാനൊരു പ്രശ്നമുണ്ട്. ജപ്പാൻ്റെ പണം, ഏറ്റവും കൂടുതൽ പണം ജപ്പാൻ്റെത് അമേരിക്കയുടെ ഡെറ്റ് ട്രാപ്പിൽ കിടക്കുകയാണ്. മീൻസ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് പർച്ചേസ് നടത്തിയിരിക്കുന്നത് ജപ്പാനാണ്. പക്ഷേ ലോകത്തിൻ്റെ അധികാരം ഹാൻഡിൽ ചെയ്യുന്നത് അമേരിക്കയാണ്. പവർഫുള്ളാണ്, ലോക പോലീസാണ്, അവർ ഡോമിനേറ്റഡ് പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ജപ്പാൻ്റെ അടുത്ത് ആ വിധേയത്വമൊന്നും അമേരിക്ക കാണിക്കാറില്ല. പക്ഷേ അതേസമയം അധികാരത്തോടു കൂടിയാണ് ജപ്പാൻ്റെ അടുത്ത് അമേരിക്ക പെരുമാറുന്നത്. ജപ്പാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജപ്പാൻ ട്രാപ്ഡാണ്. ജപ്പാൻ്റെ മേജർ എമൗണ്ട് അമേരിക്കയുടെ ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആട്ടത്തിനൊത്ത് തുള്ളേണ്ടി വരും. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജപ്പാൻ്റെ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം. ആ ഫോർമുല വളരെ വ്യക്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ജപ്പാൻ വേണമെങ്കിൽ ഇന്ത്യക്കുള്ളിൽ പഴയ പ്രതാപത്തോടു കൂടിയുള്ള അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ വിവിധ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇവിടുത്തെ ലേബർ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ വീണ്ടും ചൈനയെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും. ജപ്പാൻ്റെ പ്രോഡക്റ്റിന് ആ ഒരു വാല്യൂ ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റിൽ നല്ല വിപണി കിട്ടും ജപ്പാൻ പ്രോഡക്ട്സിന്. പക്ഷേ ജപ്പാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രശ്നം. അമേരിക്കയുമായിട്ടുള്ള നമ്മളുടെ ബാലൻസ്. നമ്മൾ ഇത്രയും കാലം റഷ്യയുടെ സൈഡിലായിരുന്നു. അതുകൊണ്ടാണ് ജപ്പാൻ കുറച്ച് ഉൾവലിഞ്ഞ് നിന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഏഷ്യൻ സൈഡിൽ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത് ചൈനയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് ഈ ഒരു മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇന്ത്യയെ ജപ്പാൻ അങ്ങ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റിക്കളയും എന്നുള്ള ചിന്താഗതിയിലല്ല. ശരിക്കും ചൈന ഫോക്കസ് ചെയ്യുന്നത് ജപ്പാനും ഇന്ത്യയും ഫിലിപ്പൈൻസിനെ കൂട്ടിച്ചേർക്കുകയാണ്. അത് ക്വാഡ് സഖ്യത്തിലായിക്കോട്ടെ, ഇൻഡോ പസഫിക്കിലായിക്കോട്ടെ, ഫിലിപ്പൈൻസിനെ ഒപ്പം കൂട്ടാണ്. ഇനി ഫിലിപ്പൈൻസ് മാത്രമല്ല, ഇനിയിപ്പം ഫിലിപ്പൈൻസിനെ ജപ്പാനും ഇന്ത്യയും തമ്മിൽ അവരോടൊപ്പം കൂട്ടിച്ചേർക്കാൻ തീരുമാനിക്കുമ്പോൾ നാളെ ഇതേ ചെയിനിൽ ഇന്തോനേഷ്യ വരാൻ സാധ്യതയുണ്ട്, വിയറ്റ്നാം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ജപ്പാൻ്റെയും ഇന്ത്യയുടെയും സ്വാധീനം വളരെ വലുതാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ സൈഡിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ വിഷയത്തിലാണ് ചൈന അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എനിക്കെതിരെ പണിയരുത് എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്ദേശം ഫിലിപ്പൈൻസ് മീൻസ് സൗത്ത് ചൈന സീ ആ ഏരിയയിലൊക്കെ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ വലുതാണ്. ഡെയിലി കടലിൻ്റെ ഉള്ളിൽ ഒരു ഐലൻഡ് അങ്ങ് ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ നിന്നും ഇത്ര നോട്ടിക്കൽ മൈലുള്ള കടൽ തീരം ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉയർത്തുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ജപ്പാനുമായിട്ടുണ്ട്, ഫിലിപ്പൈൻസുമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജപ്പാനെയും ഫിലിപ്പൈൻസിനെയും ഒരുമിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിലാണ് ചൈന ഇന്ത്യയെ എതിർക്കുന്നത്. അല്ലാതെ ഇന്ത്യയെ വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ജപ്പാൻ മാറ്റിക്കളയും എന്നുള്ള ആ വീക്ഷണത്തിലല്ല ഇന്ത്യക്കും ജപ്പാനുമെതിരെ ചൈന ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അവരുടെ മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഗേഡ് ഉണ്ട്. അവർ ഒരു ചാവേർ ആക്രമണം നടത്തി. പ്രത്യേകിച്ച് ഗോദാർ പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജിവാനി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. ഇതിനകത്ത് 30 പാക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് 30 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നിരന്തരം വെല്ലുവിളികൾ ഉയർത്തുന്ന, ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാൻ, അവരെ കൊണ്ട് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിവില്ല. അവർ ശരിക്കും അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ്
അതുപോലെ വേറൊരു വ്യക്തിയുണ്ടല്ലോ, ബനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ, അയാളും അണുബോംബ് ഇട്ട് കളയും എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം അവർക്ക് വളരെ സിമ്പിളാണ് ഈ അണുബോംബ് എന്നൊക്കെ പറയുന്നത്. സംഭവം എന്താണെന്ന് അറിയത്തില്ല അവന്മാർക്ക്, അതാണ് ഇവന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വിവരം കെട്ടവന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള പണി ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺവ മേഖലയിൽ നിന്ന് TTPയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അഫ്ഗാനിസ്ഥാനും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇന്ത്യക്കെതിരെ ആവർത്തിച്ച് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ. ഇത്തവണ കുറച്ച് കാല് പിടിച്ച് ചോദിക്കുന്ന മാതിരിയാണ്. ഇപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ ഇച്ചിരി മയം വരുത്തിയിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയെങ്കിലും സഹകരിക്കണം, ചർച്ചയ്ക്ക് വരണം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് നീ ആദ്യം നിർത്ത്, തീവ്രവാദികളെ ബാക്കപ്പ് ചെയ്യുന്ന പരിപാടി നിർത്തുക. പിന്നെ നീ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റി അത് ഞങ്ങൾ ഓൾറെഡി തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിനകത്തൊരു ചർച്ചയില്ല. പാകിസ്ഥാനുമായിട്ട് ചർച്ചയുണ്ട്, അത് POK മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്ഥലം നീ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാവാം, തീവ്രവാദത്തിനെ കുറിച്ച് ചർച്ചയാവാം, അല്ലാതെ മറ്റൊരു ചർച്ചയില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ 250ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുകയാണ്. അതിന് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള നേതാക്കൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനും അമേരിക്കയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ട്രംപ് $100 ബില്ലിൽ, ഡോളറിൻ്റെ ബില്ലുണ്ടല്ലോ, ആ ബില്ലിൽ ട്രംപിൻ്റെ ഫേസ് പതിപ്പിക്കാനുള്ള ഏർപ്പാട്, അതുപോലെ ട്രംപിൻ്റെ കോയിൻ, ട്രംപുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കംപ്ലീറ്റ് ട്രംപ്, എവറിത്തിങ് ഇസ് ട്രംപ്, ആ രീതിയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ മാർക്കോ റൂബിയോയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും ജപ്പാനും ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ടായിരുന്നു. ആ മേഖലയിൽ, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് മേഖലയിൽ ജപ്പാനും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ചൈനയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ചൈനയുടെ റെയർ എർത്ത് എലമെൻറ്റ്സ്, ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് മേഖലയിൽ നിന്നും ചൈനയുടെ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, സൗത്ത് കൊറിയയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, ജപ്പാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതേപോലെ റഷ്യയിൽ ഒരു പ്രത്യേക ഏരിയ തിരഞ്ഞെടുത്ത് അവിടെ R&D വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്ലൂഡിങ് മ്യാൻമറിൽ നിന്ന് നമ്മൾ മാഗ്നറ്റ് വരെ സ്വന്തമാക്കാനുള്ള ഏർപ്പാടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൈനയെ നല്ല രീതിയിൽ ചൊടിപ്പിക്കുന്നുണ്ട്. ചൊടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളുടേതായിട്ടുള്ള സെൽഫ് റിലയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും സ്ഥിരമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് യുറേനിയം ഇന്ത്യക്കുള്ളിൽ എത്തിക്കാനുള്ള കരാറിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും ഒപ്പുവയ്ക്കാൻ പോവാണ്. 9, 10, 11 ദിവസങ്ങളിലായിട്ട് 3 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നമ്മൾ ഡിഫൻസ് പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും, അതേപോലെ ഓസ്ട്രേലിയയിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വിസ അവിടെ കുറച്ച് പ്രശ്നത്തിൽ കിടക്കുകയാണ്, ആ സ്റ്റുഡൻസ് എൻട്രി വിസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും, അതേപോലെ യുറേനിയം നോൺ സ്റ്റോപ്പ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയുമായിട്ട് കരാറിൽ ഒപ്പിടുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലേക്കുള്ള യാത്ര ശരിക്കും അവിടെയും ഇന്ത്യക്കാരുടെ വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ, എമിഗ്രേഷൻ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 8 പേർക്കും ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവർ ജയ്ഷെ മുഹമ്മദിൻ്റെ നെറ്റ്വർക്ക് ഇന്ത്യക്കുള്ളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ആണ്, തലയ്ക്കുള്ളിൽ കിടക്കുന്ന സോഫ്റ്റ്വെയർ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവത്തിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണം. ഇവരൊക്കെ എന്തിനാണ് ദൈവത്തിനെ രക്ഷപ്പെടുത്താൻ പോകുന്നത്? ദൈവത്തിനെ രക്ഷപ്പെടാൻ അറിയാം, ഇവരുടെ ഹെൽപ്പൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഗുജറാത്തിൻ്റെ ATS ടീമാണ് ഇവരെ പൊക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഗോയിങ് ഓൺ. പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്നും റോക്കറ്റ് ബാരേജ്, ലോങ് റേഞ്ച് മിസൈലുകൾക്ക് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ഡിറ്ററൻസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, കാരണം ഇന്ത്യ ന്യൂക്ലിയർ വാർഹെഡാണ് ഏറ്റവും കൂടുതൽ നമ്പർ, ഇപ്പോൾ പാകിസ്ഥാനേക്കാളും കൂടുതൽ ശേഖരം ഇന്ത്യക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ 9 മുതൽ 10 ന്യൂക്ലിയർ വാർഹെഡുകൾ റെഡി ടു ഓപ്പറേറ്റ് എന്നുള്ള നിലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇപ്പം ചൈനയെ ആശ്രയിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്നും മിസൈലുകൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ഏർപ്പാടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. ഇത് രഹസ്യമായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഏർപ്പാടാണ്. ഇത് ഇന്ത്യ മുൻകൂട്ടി അറിഞ്ഞ് ആ വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പാലസ്തീനിയൻ എൻവോയ് ഇന്ത്യ എടുത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇന്ത്യക്ക് മാത്രമേ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ചർച്ചയിൽ ഇടപെട്ടിട്ട് ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ഈ വിഷയങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നുള്ള റിക്വസ്റ്റാണ് വെച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും റിക്വസ്റ്റ് വെക്കാം, പക്ഷേ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടില്ല. ഇന്ത്യ അത് ഓപ്പണായിട്ട് പറയില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ ഇടപെടില്ല. കാരണം ഇന്ത്യ ചെയ്യേണ്ട പണിയല്ല അത്. അതാണ് ഇന്ത്യയുടെ നിലപാട്. അത് നമ്മൾ ഓൾറെഡി പണ്ടേ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ നിന്നും ചില ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത് ഇന്ത്യയുടെ വാറാണ്, ഇന്ത്യക്ക് ഇൻഫ്ലേഷനുണ്ട്,
ഇന്ത്യയുടെ ഗ്രോത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഓയിൽ ഷോർട്ടേജ് ഉണ്ട്, ഇന്ത്യക്ക് ഗ്യാസ് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഇടപെടണം എന്നുള്ള നിലപാടുള്ള കുറേ ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ത്യക്കുള്ളിലുണ്ട്. പല ചാനലുകളിലും അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇതിൽ വളരെ വ്യക്തമാണ്. ഇന്ത്യ ഇതിൽ ഇടപെടില്ല എന്നുള്ളത് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് കൗൺസിൽ 1,00,000 കോടിക്ക് ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു പ്രൊപ്പോസൽ ഡിഫൻസ് മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഡിഫൻസ് മിനിസ്ട്രി ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ ടു ബൈയിങ് മിസൈൽസ്, ആർട്ടിലറീസ്, അതുപോലെ നേവൽ സിസ്റ്റംസ് ഇത് പർച്ചേസ് ചെയ്യാനാണ് അവർ പ്രൊപ്പോസൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പർച്ചേസ് ചെയ്യാനാണ് ഡിഫൻസ് മിനിസ്ട്രി താല്പര്യപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് കൗൺസിലിനും ഡിഫൻസ് മിനിസ്ട്രി ഉപദേശിക്കാൻ പോകുന്നത്. DRDOയുടെ തീരുമാനം ഇത് തന്നെയായിരിക്കും. ഈ 1,00,000 കോടിയും ഇന്ത്യക്കുള്ളിലുള്ള കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിരിക്കും അപ്രൂവൽ കൊടുക്കാൻ പോകുന്നത് എന്നാണ് മൊത്തത്തിൽ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് ഫോറിൻ പർച്ചേസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഐറ്റംസ്. ഏത് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഡിഫൻസ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ എന്തായാലും ചർച്ച പുരോഗമിക്കുന്നുണ്ട്. കാരണം ചെറിയ എമൗണ്ട് അല്ല, 1,00,000 കോടിയാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കും, പക്ഷേ മെജോറിറ്റി സാധനങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അതാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ നിലപാട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.